ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ന്യൂ വീഡിയോ. ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് രാവിലെ വർക്കൊക്കെ ഉണ്ടായിരുന്നു. വർക്ക് ഇവിടെ കോട്ടയത്തായിരുന്നു, പാലയിൽ. അപ്പോൾ വർക്കൊക്കെ കഴിഞ്ഞ് വന്നു. രാവിലെ പുലർച്ചെ 3:30 ആയപ്പോൾ എണീറ്റതാണ്. അപ്പോൾ നല്ല ഉറക്കം ഉണ്ടായിരുന്നേ. അപ്പം ഉറക്കമൊക്കെ ഉറങ്ങി എണീറ്റ്. അപ്പോൾ ഇന്ന് സൺഡേ ആണ്. അപ്പോൾ കണ്ണൻ മട്ടൻ വാങ്ങിക്കൊണ്ടുവന്നു. എനിക്കൊന്നിട്ട് കോട്ടയത്ത് വീട്ടിൽ വന്നിട്ട് ഇതേവരെ മട്ടൻ ഉണ്ടാക്കിയിട്ടില്ല. ട്രിവാൻഡ്രത്തെ വീട്ടിൽ എപ്പോഴും മോസ്റ്റ്ലി എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളതാണ് മട്ടൻ. ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ കോട്ടയത്ത് വീട്ടിൽ വന്നിട്ട് ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത്. ചിക്കൻ ഒരുപാട് തവണ ഉണ്ടാക്കിയിട്ടുണ്ട്, മെനി ടൈംസ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു മട്ടൻ ഇവിടെ വന്നിട്ട് ഉണ്ടാക്കിയിട്ടില്ലല്ലോ. അപ്പോൾ കണ്ണൻ രാവിലെ പോയി വാങ്ങിയിട്ട് വന്ന് ഫ്രിഡ്ജിൽ കൊണ്ടുവച്ചിട്ടുണ്ട്. ഞാൻ ഏകദേശം 11:30 മണി അടുപ്പിച്ച് വന്ന് ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച് കിടന്നൊന്ന് ചെറുതായിട്ടൊന്ന് ഉറങ്ങി. പിന്നെ രേഷ്മേച്ചി വന്നപ്പോഴാണ് ഞാൻ എണീക്കുന്നത്. അപ്പോൾ മട്ടൻ ഉച്ചയ്ക്കൊന്നും ഉണ്ടാക്കിയില്ല, കാരണം കണ്ണൻ ജോലിക്ക് പോയി. ഉച്ചയ്ക്കുള്ള ഫുഡൊക്കെ അമ്മ കൊടുത്തു വിട്ടു. പിന്നെ അമ്മ ചോദിച്ചു ഉണ്ടാക്കുന്നില്ല. ഞാൻ പറഞ്ഞു ഇനിയിപ്പോൾ കണ്ണൻ വൈകുന്നേരമല്ലേ, അപ്പോൾ വൈകുന്നേരം ഉണ്ടാക്കിയാൽ മതിയല്ലോ എന്നുള്ള ഇതിലാണ് ഇരുന്നത്. അപ്പോൾ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചപ്പോൾ ഏകദേശം 3:30-4 മണി അടുപ്പിച്ചാവുന്നു. ഞാൻ കറിവേപ്പില വെച്ചാൽ വേണ്ടി വന്നു. അപ്പോൾ കറിവേപ്പില എവിടെയുണ്ട്? ഇത് ബാക്കിലുണ്ട്. നമ്മൾ ട്രിവാൻഡ്രത്താണെങ്കിൽ കറിവേപ്പില വാങ്ങണം. ഇവിടെ എല്ലായിടത്തും അമ്മ വച്ചിട്ടുണ്ട്. അപ്പോൾ കറിവേപ്പില എടുക്കുമ്പോൾ നമ്മളിങ്ങനെ പിച്ചിയെടുക്കരുത്, ഒടിച്ചെടുക്കണം എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ കറിവേപ്പില ഒടിച്ചെടുക്കാൻ വേണ്ടി വന്നത്. കറിവേപ്പില കറിക്ക് ഭയങ്കര സ്വാദും മണവും ഒക്കെയാണ്. അതുപോലെ തന്നെ എന്താ പറയുക, നമുക്ക് നല്ല ആരോഗ്യമാണ്, തലമുടി വളരാനും ഒക്കെ നല്ലതാണ്. അത് നല്ല നാടൻ കറിവേപ്പില ആണെങ്കിൽ അത് കുറച്ചുകൂടി നമുക്ക് നല്ല ഗുണം തരും. അപ്പോൾ ഇന്ന് മട്ടൻ കറിയാണോ വരട്ടാണോ എന്താണ് ആയി വരുമ്പോൾ അറിയാം ഞാൻ എന്താ ഉണ്ടാക്കുന്നതെന്ന്. സോ അപ്പം എൻ്റെ ഉറക്കച്ചടവൊക്കെ എൻ്റെ മുഖത്ത് കാണും. ചോറ് കഴിച്ചു. ചോറ്, സാമ്പാർ, പയറ് മെഴുക്ക് വരട്ടി, പിന്നെ മാങ്ങ അച്ചാർ ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കൂട്ടി ചോറ് കുശാലായിട്ട് കഴിച്ചു. ഇനി മട്ടൻ ഉണ്ടാക്കാം വൈകുന്നേരം. എല്ലാവർക്കും മട്ടൻ പെരട്ടാണോ അല്ലെങ്കിൽ എന്താണെന്നുള്ളത് ഇങ്ങനെ ആയി വരുമ്പോഴേ അറിയാൻ പറ്റുള്ളൂ. ഇവിടെ തെച്ചിപ്പൂവുണ്ട് കേട്ടോ, നല്ല ഭംഗിയായിട്ട് നിറയെ തെച്ചിപ്പൂ. നോക്കി ഇത് ഭംഗിയാണെന്ന്. അതുപോലെ ഇന്ന് ഫുള്ള് ചിത്രശലഭം ഒക്കെ വന്നു, ഒത്തിരി ചിത്രശലഭമൊക്കെ വന്നു കേട്ടോ. തുമ്പി ചിത്രശലഭം. അപ്പോൾ കുറേ ചിത്രശലഭം ഞാൻ വന്നിരുന്ന സമയത്ത് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോ ഞാൻ ഉണ്ടെങ്കിൽ ഇത് ഇൻക്ലൂഡ് ചെയ്യിക്കാം. അപ്പോൾ നേരം വൈകുന്നു, ഇരുട്ടിപ്പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ വീഡിയോ എടുക്കുന്നതുകൊണ്ട് ചിലപ്പോൾ നിങ്ങൾ കാണാൻ പറ്റിയില്ലെങ്കിലോ. ഞാൻ കൂടി കാണിച്ചു തരാം. ഇനി കോട്ടയം വീട്ടിലെ മട്ടൻ കറി കണ്ടില്ല എന്ന് വേണ്ട. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെൽ ബട്ടൺ അമർത്താൻ മറക്കണ്ട, സബ്സ്ക്രൈബ് ചെയ്യുക. എന്നാൽ മാത്രമേ പുതിയ വീഡിയോസ് കാണാൻ പറ്റുള്ളൂ കേട്ടോ. വന്നല്ലോ വനമാല, കൊള്ളാലോ. ആഹാ, നിനക്ക് തരാൻ വേണ്ടിയിട്ട് മാത്രം ഇവിടെ ഒന്നുമില്ല കേട്ടോ. എന്തെങ്കിലും കവറ് തമത്ത് കഴിഞ്ഞാൽ അപ്പം വന്നോളൂ. അവനറിയാം. മിണ്ടരുത്. കണ്ണൻ പറഞ്ഞേ നല്ലതാ, ഒത്തിരി നേരം വേവിക്കണ്ട. മീൻസ് പെട്ടെന്ന് വേവുമെന്നാണ് പറഞ്ഞത്. നല്ല ഫ്രഷ് മട്ടൻ എന്നാണ് പറഞ്ഞത്. അപ്പം തന്നെ എനിക്ക് അപ്പം തന്നെ ഫ്രിഡ്ജിൽ വെച്ചല്ലേ അമ്മ? നല്ലത്. ഇച്ചിരി തണുപ്പുണ്ട്. തണുപ്പ് മാറണം. ഇച്ചിരി വെള്ളം ഒഴിച്ച് വയ്ക്കാം, എന്നിട്ട് വൃത്തിയാക്കാം അല്ലേ. ഇതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഉള്ളിയാണേ. മിക്കപ്പോഴും ഞാൻ ഉണ്ടാക്കുമ്പോൾ അതിപ്പോൾ ചിക്കൻ ആയാലും മട്ടൻ ആയാലും എന്തായാലും ചെറിയുള്ളിയാണ് കേട്ടോ ഉപയോഗിക്കാറുള്ളത്. ചെറിയുള്ളി വെച്ചുണ്ടാക്കുമ്പോൾ പ്രത്യേക ഒരു സ്വാദാണ്. ഭയങ്കര നല്ല ടേസ്റ്റാണ്, നല്ല ഗുണമാണ്. പക്ഷെ പൊളിക്കാൻ ഇച്ചിരി പാടാണ്. ഉള്ളി പൊളിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് അമ്മ ചായ ഉണ്ടാക്കി. ഉള്ളി പൊളിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇച്ചിരി ടാസ്ക്കാണ്.
ഉള്ളി പൊളിച്ച് കഴിഞ്ഞാൽ കറി വെച്ച് കഴിഞ്ഞു എന്നാണ്. ഇതേ നമ്മൾ ഒരു പാത്രം ചെറിയുള്ളി എടുത്തേട്ടാ. ചെറിയുള്ളി നന്നായിട്ട് കുരുകുരുനാന്നരിഞ്ഞു. ഞാൻ കൈകൊണ്ട് അരിഞ്ഞല്ല, നമ്മളെ മറ്റേ മെഷീൻ കൊണ്ട് അരിഞ്ഞെടുത്തേട്ടാ. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി അതുപോലെ തന്നെ അരിഞ്ഞെടുത്ത്, പിന്നെ കുറച്ച് പച്ചമുളക്, തക്കാളി എടുത്തു. ശേഷം നമ്മൾ കുറച്ചെടുത്ത്, ഞാൻ പറഞ്ഞല്ലോ കുറച്ച് കറി വയ്ക്കുന്നുണ്ട്, കുറച്ച് വരട്ടുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പം വരട്ടുന്നതിലേക്ക് 5-6 തേങ്ങാക്കൊത്ത് കൂടി അരിഞ്ഞിടാമെന്ന് വിചാരിച്ചു. അപ്പം അതിനുള്ള തേങ്ങാക്കൊത്തും അരിഞ്ഞ് തന്നെ എടുക്കണം. കുറച്ച് കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞെടുക്കുന്നതാണ് കേട്ടോ നല്ലത്. അപ്പം ഞാൻ അങ്ങനെ കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞെടുക്കുകയാണ്. ബോർഡിൽ വെച്ച് അരിയുന്നതാണ് കുറച്ചുകൂടെ എളുപ്പമായിരുന്നെന്ന് തോന്നും. പിന്നെ ബോർഡിൽ ഞാൻ എടുക്കാക്കണ്ടല്ലോ എന്ന് വെച്ചിട്ടാണ്. എല്ലാം ഒരു സന്ധ്യയ്ക്ക് മുന്നേ എനിക്ക് ഇതൊക്കെ കഴിഞ്ഞിട്ട് മട്ടൻ വാഷ് ചെയ്തെടുക്കണം. ഏകദേശം വലിയ തണുപ്പായി അങ്ങനെ ഐസായി പോയില്ല, എന്നാലും ഒരു തണുപ്പുണ്ട്. കംപ്ലീറ്റ് തണുപ്പ് പോയതിന് ശേഷം നമ്മൾ കുക്ക് ചെയ്യുന്നതാണ് നല്ലതെന്ന്. എന്ത് മീറ്റാണെങ്കിലും എന്ത് ചിക്കൻ ആണെങ്കിലും. ചിലപ്പോൾ ചില കടയിലൊക്കെ നമ്മൾ വാങ്ങുമ്പോഴത്തേക്ക്, ഞാൻ ചിക്കൻ കറിയൊക്കെ എപ്പോഴും കഴിച്ച സമയത്ത് ചിക്കൻ കറി ഭയങ്കര ചൂടാണ്. ചിക്കൻ്റെ മാംസത്തിൻ്റെ ഉള്ളിലുണ്ടല്ലോ ഐസ് പോലെ ഇരിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് അത് ചിക്കൻ വേവിച്ച് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമ്മൾ വന്നപ്പോഴത്തേക്ക് ആ ചിക്കൻ എടുത്തിട്ട് ഗ്രേവിയിലിട്ട്, തിളച്ച ഗ്രേവിയിലിട്ട് തന്നതാണെന്ന് തോന്നുന്നു. മേ ബി അങ്ങനെ ആയിരിക്കാം. അങ്ങനെ ആരെങ്കിലും കഴിച്ച് അങ്ങനെ അനുഭവം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. നമ്മളിങ്ങനെ നോക്കിയപ്പോഴത്തേക്ക് ഇങ്ങനെ ചിക്കൻ, എനിക്കല്ലെങ്കിലും ഈ മീറ്റൊക്കെ ഇങ്ങനെ നമ്മൾ കടയിൽ നിന്ന് കഴിക്കുന്നതിനേക്കാളും നമ്മൾ ഉണ്ടാക്കി കഴിക്കുന്നതാണ് ടേസ്റ്റ്. ടേസ്റ്റും ഹൈജീനിക് ആണെങ്കിൽ അതും എല്ലാം. ഈ തേങ്ങാക്കൊത്ത് ഇപ്പോൾ ചിക്കൻ പെരട്ടലാണെങ്കിലും അല്ലെങ്കിൽ ഇതുപോലെ മട്ടനോ ബീഫോ എന്ത് ഇതാണെങ്കിലും നമ്മൾ ഈ തേങ്ങാക്കൊത്ത് അരിഞ്ഞിരുന്നത് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. ഭയങ്കര ഒരു പ്രത്യേക സ്വാദാണ്. അതിങ്ങനെ വരണ്ട് വരുമ്പം അടിപൊളിയാണ്. ഇതെല്ലാം ചെയ്തെടുക്കുന്നത്. ഇനിയിപ്പോൾ ഇതൊക്കെ കുക്ക് ചെയ്യുന്ന സമയത്ത് വെട്ടം കിട്ടുമോ എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് വെട്ടം ഉണ്ടാവുമോ അറിയില്ല. ഇവിടെ ഇങ്ങനെ കാലാവസ്ഥ ഇങ്ങനെ മങ്ങി, മഴ വെയിൽ. ഇന്ന് ഉച്ചയ്ക്ക് തന്നെ ഇങ്ങനെ മഴ പെയ്തുകൊണ്ട് ഇതിന് പെട്ടെന്ന് വെയിൽ. അങ്ങനെ ഒരു ഡിഫറെൻ്റ് കാലാവസ്ഥയാണ്. പിന്നെ ഉള്ളിയൊക്കെ ഇങ്ങനെ നുറുക്കുന്ന ആ ഒരു മെഷീൻ ഉണ്ടെങ്കിലേ നമുക്ക് സുഖമാണ്. അല്ലെങ്കിൽ ചെറിയ ഉള്ളിയൊക്കെ എത്ര നേരം എടുക്കുമെന്നറിയോ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്? ഒത്തിരി സമയം എടുക്കും. ഇങ്ങനെ ഈ വീട്ടിലൊക്കെ തേങ്ങാക്കൊത്ത് കിടക്കുമ്പോൾ അത് ഇങ്ങനെ നല്ല മൂത്ത് ഇങ്ങനെ കടിക്കാൻ കിട്ടുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ്. ഇഷ്ടമാണ്. എല്ലാവർക്കും അത് ഇഷ്ടമാണെന്ന് എനിക്കറിയില്ല, പക്ഷെ എനിക്കിഷ്ടമാണ്. നമ്മളെ ഇഷ്ടമാണല്ലോ, എല്ലാവരും ഇഷ്ടം എന്നൊക്കെ അങ്ങനെ പറയാം. ഞാൻ അടുക്കള ഇരിക്കുന്നതുകൊണ്ട് മൈക്ക് എടുത്തില്ല, മൈക്ക് വച്ചിട്ടില്ല. സൗണ്ട് നിങ്ങൾക്ക് എങ്ങനെയാണ്, നല്ലപോലെ കേൾക്കുന്നുണ്ടോ അല്ലെങ്കിൽ കിട്ടുന്നുണ്ടോ എന്നെനിക്കറിയാൻ വയ്യ. നമ്മൾ തേങ്ങ തിരുവുമ്പോഴാണെങ്കിലും തേങ്ങ ഇങ്ങനെ അരിയുമ്പോഴൊക്കെ ആണെങ്കിലും അറിയാണ്ട് നമ്മൾ കഴിച്ചു പോകും. എന്താണെന്ന് എനിക്കറിയില്ല. എന്താ അങ്ങനെ എല്ലാവർക്കും അങ്ങനെ തോന്നുന്നതാണോ, അല്ലെങ്കിൽ ചില ആൾക്കാർക്ക് മാത്രം അങ്ങനെ തേങ്ങ ഇങ്ങനെ എടുക്കുമ്പോൾ കഴിക്കാൻ തോന്നുന്നതാണോ എന്നെനിക്കറിയാൻ വയ്യ. ഇനി ഇത് കഴിഞ്ഞെടുത്തോട്ടെ, എന്നിട്ട് മട്ടൻ വൃത്തിയാക്കാനായിട്ട് അങ്ങോട്ട് ചലിക്കാം. അങ്ങനെ നീണ്ട നേരത്തെ പരിശ്രമത്തിനൊടുവിൽ മട്ടനൊക്കെ നല്ല വൃത്തിയാക്കി എടുത്ത് കേട്ടോ. ഇനിയാണ് നമുക്ക് കുക്ക് ചെയ്യാനായിട്ട്. ആദ്യം ഞാൻ വിചാരിക്കുന്നത് മട്ടൻ വരട്ടാനുള്ള കുറച്ചെടുത്ത് മാറ്റാമെന്ന് വിചാരിക്കുന്നത്. എന്നിട്ട് മട്ടൻ കറി വയ്ക്കാം. ആദ്യം കുറച്ച് വരട്ടാൻ വേണ്ടിയിട്ടുള്ള കഷ്ണങ്ങളെ ഞാൻ എടുത്തങ്ങോട്ട് മാറ്റി വയ്ക്കുക. ഒരുപാട് എടുക്കുന്നില്ല, കുറച്ച് എല്ലൊക്കെ കുറവുള്ള കഷ്ണം നോക്കി. കറി വയ്ക്കാൻ എല്ലാം എടുക്കുന്നത് കുഴപ്പമില്ല, പക്ഷെ വരട്ടാനായിട്ട്
എല്ല് വേണ്ടെന്നാണ്. അതുപോലെ ഒരുപാട് ഇങ്ങനെ കൊഴുപ്പുള്ള ഭാഗങ്ങളും വരട്ടാനായിട്ട് എടുത്തു കഴിഞ്ഞാൽ കൊള്ളത്തില്ല. കുറച്ച് വരട്ടാനെടുത്തു, കുറച്ച് കറി വയ്ക്കാനെടുത്തു, കുറച്ച് മതി. കുറച്ച് വരട്ടാനും കുറച്ച് കറി വയ്ക്കാനും. യെസ്, കൂടെ ഡിവൈഡ് ചെയ്തെടുത്തു. ഇതിൽ കറി വയ്ക്കാനും ഇതിൽ വരട്ടാനും. അപ്പോൾ നമ്മുടെ ചട്ടി നന്നായിട്ട് ചൂടായി വരുമ്പോൾ നല്ല വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പം കടുക് ഇട്ട് കൊടുക്കാം. ചില ആൾക്കാർ കടുക് ഇടത്തില്ല, ഞാൻ കടുക് ഇടാറുണ്ട്. ചിലപ്പോൾ ചിലർ കടുക് ചേർക്കാറില്ല. പക്ഷേ എനിക്കിഷ്ടമാണ് കടുക് ചേർക്കുന്നത്, എനിക്കിഷ്ടമാണ്. കറികളിൽ കടുക് ഉള്ളത് നല്ലതാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ കടുക് ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ കടുക് ചേർക്കാം, വേണ്ടെങ്കിൽ കടുക് ചേർക്കണ്ട. പക്ഷെ ഞാൻ എന്തായാലും കടുക് ചേർക്കുന്നുണ്ട്. കടുക് പൊട്ടിക്കഴിഞ്ഞാൽ 2 വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. വറ്റൽമുളകൊന്ന് ചൂടായി കഴിഞ്ഞാൽ നമുക്ക് ചെറിയ ഉള്ളി ചേർക്കാം. കണ്ടമാനം ഇതിൻ്റെ ആവശ്യമില്ല, നമുക്ക് കുറച്ചല്ലേ എടുത്തിട്ടുള്ളൂ വരട്ടാനായിട്ട്. അപ്പോൾ അതിന് വേണ്ടി മാത്രം ചെറിയ ഉള്ളി ഞാൻ ചേർക്കുന്നുള്ളൂ. കൂടെ ഞാൻ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഉള്ളി പെട്ടെന്ന് വഴണ്ട് കിട്ടും. ഉള്ളിയുടെ പച്ചമണമൊക്കെ ഏകദേശം ഒന്ന് മാറി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും അരിഞ്ഞ് വെച്ച് ചേർത്ത് കൊടുക്കണം കേട്ടോ. അതിൻ്റെ ഒന്ന് പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ ഒന്ന് പച്ചമണം ഒന്ന് മാറി വന്നു കഴിഞ്ഞാൽ തേങ്ങാക്കൊത്തിട്ട് കൊടുക്കാം. തേങ്ങാക്കൊത്ത്, ഒരു 2 പച്ചമുളക് ചേർത്ത് അതും നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. കൂടെ നമ്മൾ നേരത്തെ എടുത്ത് വെച്ച് നല്ല നാടൻ കറിവേപ്പില ഉണ്ടല്ലോ, അതും കൂടി ഇട്ട് കൊടുക്കാവേ. കറിവേപ്പിലയ്ക്ക് ഒരു കുറവും വേണ്ട. കറിവേപ്പില ഇടുമ്പോൾ പ്രത്യേക മണവും സ്വാദും ഒക്കെയാണ് വേണ്ട. പ്രത്യേകിച്ച് നമ്മൾ നാടൻ കറിവേപ്പില ആകുമ്പോൾ ഒരു പ്രത്യേക സ്വാദാണ്. അപ്പോൾ അതൊന്ന് നല്ല പച്ചമണം മാറി ഒന്ന് വഴണ്ട് വരട്ടെ. അതുവരെ ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാം. നമ്മുടെ ചെറിയുള്ളിയും നാളികേരവും എല്ലാം നമ്മളിട്ട പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി എല്ലാം നല്ലപോലെ ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതിലോട്ട് നമുക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ. മഞ്ഞൾപ്പൊടി എല്ലാം ഒരു മെഷർ അളവല്ല, ഞാനൊരു മീറ്ററിനനുസരിച്ച് എൻ്റെ ഒരു കൈ അളവാണ് ചേർക്കുന്നത്. ഭയങ്കര ഒരു കറക്റ്റ് ഒരു മെഷർമെൻ്റ് അല്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു കറക്റ്റ് മെഷർമെൻറ്റ് ഉപയോഗിക്കാം. പക്ഷെ എനിക്ക് ഇങ്ങനെ കൈ അളവ് ആണ് എനിക്ക് ഏറ്റവും കംഫർട്ടബിളായിട്ട് തോന്നിയിട്ടുള്ളത്. മഞ്ഞൾപ്പൊടിയുടെ പച്ചമണം ഒന്ന് മാറി വരട്ടെ. മഞ്ഞൾപ്പൊടിയുടെ പച്ചമണം നന്നായിട്ടൊന്ന് മാറി വന്നു കഴിഞ്ഞാൽ നമുക്ക് മുളക് പൊടി ഇടാം. മുളക് പൊടി ഞാനൊരു എൻ്റെ ഒരു അളവിൽ ഞാനൊരു ഇവിടുത്തെ സ്പൂണ് 2 സ്പൂൺ ഇട്ട് കേട്ടോ. മുളക് ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് ഈ അടിയിൽ പറ്റും. അപ്പോൾ അതുകൊണ്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. കാരണം നമ്മുടെ മൺചട്ടിയും കൂടെ ആയതുകൊണ്ടേ അടിയിൽ പറ്റിക്കഴിഞ്ഞാൽ വലിയ പ്രശ്നമാണ്. ദെൻ മല്ലിപ്പൊടി ഞാൻ നിറയെ 1 സ്പൂൺ ഇടുന്നുണ്ട്. ദെൻ നമ്മളെ കഴുകി വെച്ചേക്കുന്ന മട്ടൻ ഇട്ടു. ഇത്രയും മട്ടനെ ഞാൻ ചേർക്കുന്നുള്ളൂ കേട്ടോ. കണ്ടമാനം ചേർക്കുന്നില്ല, ഒരുപാട് എടുക്കുന്നില്ല. ഞാനിൻ്റെ ഒരു ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 1/2 കിലോ വരുമെന്ന് തോന്നുന്നുണ്ട്. 1/2 കിലോ എടുത്തു വരട്ടാനായിട്ട്. ഒരുപാട് വേവില്ലെന്നാണ് അത്ര പറഞ്ഞത് കണ്ണനോട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒത്തിരി നേരം വേവിക്കേണ്ടി വരില്ല എന്നാണ് തോന്നുന്നത്. ഈ മീറ്റിൽ നിന്നുള്ള വെള്ളം, വേറെ വെള്ളമൊന്നും ചേർക്കുന്നില്ല. മീറ്റിൽ നിന്നുള്ള വെള്ളത്തിൽ തന്നെ കുക്ക് ചെയ്യാനാണ് പരിപാടി. അപ്പോൾ ഒന്ന് ഇളക്കി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കുരുമുളകൊക്കെ ചേർക്കണം. അത് കുരുമുളകൊക്കെ ഒന്ന് ഇതായി വന്നിട്ട് ഗരം മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഗരം മസാലയും എൻ്റെ ഒരു കൈ അളവാണ് ചേർക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിൽ
ചേർത്ത് കൊടുക്കാം. പക്ഷെ എനിക്കിങ്ങനെ കൈയളവിൽ ചേർക്കുമ്പോഴാണ് എനിക്കൊരു പെർഫെക്ഷൻ കിട്ടുന്നത് കേട്ടോ. അത് കുറച്ച് സമയം നമുക്ക് തീ കുറച്ചിട്ടേ അടച്ചിട്ട് കൊടുക്കാം. കറി വയ്ക്കാൻ വേണ്ടിയിട്ട് അടുത്ത ചട്ടി വെച്ചു. എണ്ണയിട്ട് ചൂടായപ്പം നമ്മുടെ ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കുന്നു. കുറച്ച് ചെറിയ ഉള്ളി ഞാൻ ബാക്കി വയ്ക്കുന്നുണ്ട് കേട്ടോ. കാരണം വരട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ചെറിയ ഉള്ളിയുടെ ആവശ്യമുണ്ട്. കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് പച്ചമണം മാറി ഒന്ന് വഴണ്ട് വരട്ടെ കേട്ടോ. ചെറിയ ഉള്ളിയുടെ പച്ചമണം മാറി വന്നാൽ നമുക്ക് വെളുത്തുള്ളി ഇഞ്ചിയും ചേർത്ത് കൊടുക്കാവേ. കുറച്ച് നമ്മളെടുത്ത അത്രയും വേണ്ട, കുറച്ചെടുത്ത് ക്വാണ്ടിറ്റി കൂടിപ്പോയി. അപ്പോൾ ആവശ്യത്തിന് മാത്രം ചേർത്താൽ മതി. കറി വയ്ക്കാനുള്ള മട്ടനിൽ കുറച്ച് മുഴുവൻ ചെറിയ ഉള്ളിയൊക്കെ കിടക്കുന്നത് നല്ലതാണ് കേട്ടോ. ഞാൻ വേണ്ട, മുഴുവൻ ചെറിയ ഉള്ളിയൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അപ്പോഴാണൊരു ടേസ്റ്റ് കുറച്ചുകൂടെ നല്ല രസമായിരിക്കും മുഴുവൻ ഉള്ളിയും കൂടെ കിടക്കുമ്പോൾ. അപ്പോൾ ഇതുകൂടെ ഒന്ന് നല്ല വഴണ്ട് വരട്ടെ. പച്ചമുളക് മാറി വന്നു കഴിഞ്ഞാൽ നമുക്കൊരു പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഒരെണ്ണം ഇടുന്നുള്ളൂ കേട്ടോ പച്ചമുളക്. നമ്മൾ നേരത്തെ എടുത്തൊരു കുഞ്ഞ് തക്കാളി കൂടെ നമുക്ക് നുറുക്കിയിട്ട് കൊടുക്കാമേ. അതിൻ്റെ ഒരു പോർഷൻ ഇട്ട് കൊടുക്കുന്നുണ്ട് തക്കാളി. ഒരു പോർഷനല്ല, ഒരു കുഞ്ഞ് തക്കാളി കംപ്ലീറ്റ് ആയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. കറിവേപ്പിലയാണ് നമുക്ക് താരം. കറിവേപ്പില ഇട്ട് കൊടുക്കാം. വഴറ്റിയെടുക്കാം. ഏകദേശം അതിൻ്റെ ഒരു പച്ചമണം മാറി വന്നു കഴിഞ്ഞാൽ നമുക്ക് പൊടിയിൽ ചേർക്കാം കേട്ടോ. അതിൻ്റെ പോലെ തന്നെ മഞ്ഞൾപ്പൊടി, മഞ്ഞൾപ്പൊടി ഇട്ട് നന്നായിട്ട് ആ പച്ചമണം നല്ലപോലെ മാറി വരണം കേട്ടോ. എല്ലാത്തിനും ഒരു പച്ച മണം മാറിയിട്ട് വേണം അടുത്തടുത്ത് ചേർക്കാനായിട്ട്. അമ്മ എല്ലാം അടുക്കി വെച്ചിട്ടുണ്ട്, ഞാനെല്ലാം നിരത്തി. മുളക് പൊടി ഞാൻ ശർക്കര ചേർക്കുന്നു. ഒത്തിരി മുളക് പൊടി വേണ്ട, കറിക്ക് മട്ടൻ കറിക്ക് ഭയങ്കര എരിവായിക്കഴിഞ്ഞ് കുഴപ്പമില്ല. അപ്പോൾ അതുകൊണ്ട് മട്ടൻ കറിക്ക് എരിവ് കുറച്ച് വെക്കുന്നു. മല്ലിപ്പൊടി ഇടുന്നുണ്ട്. ഗരം മസാല ഇടുന്നുണ്ട്. ഗരം മസാലയൊക്കെ ഒരു കൈയളവാണ് കേട്ടോ. എനിക്കിവിടെ മട്ടൻ മസാല ഇല്ല. മട്ടൻ മസാല ഉണ്ടെങ്കിൽ നല്ലതാണ്. പക്ഷെ ചിക്കൻ മസാല കുറച്ചുണ്ട്. ഞാൻ ചിക്കൻ മസാല ശർക്കരയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പക്ഷെ മട്ടൻ മസാല കേട്ടോ ഉണ്ടെങ്കിൽ സൂപ്പറാണ്. പക്ഷെ ഞാൻ മറന്നുപോയി, മട്ടൻ മസാലയുടെ കാര്യമേ ഞാൻ വിട്ടുപോയി. പൊടികളെല്ലാം ഇട്ട് പച്ചമുളക് ഒന്ന് മാറി വന്നു കഴിഞ്ഞാൽ നമ്മുടെ മട്ടൻ ചേർത്ത് കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുക്കാം. നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് വയ്ക്കാവേ. ഇത് തന്നെ വെള്ളം ഇറങ്ങി ആ ഗ്രേവി ഇങ്ങനെ വരും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് വേറെ എക്സ്ട്രാ വെള്ളമൊന്നും ഇതിൽ ചേർക്കേണ്ട ആവശ്യമേ ഇല്ല. അപ്പോൾ നമ്മുടെ മട്ടൻ വരട്ടിയത് ഏകദേശം ഇങ്ങനെ ഗ്രേവി ഇങ്ങനെ തിക്കായി നല്ല റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ മട്ടൻ വരട്ടിയത്. അപ്പോൾ അതിലോട്ട് നമുക്ക് നേരത്തെ കുറച്ച് ചെറിയ ഉള്ളി വെച്ചിരുന്നില്ലേ, അതിന് കുറച്ച് ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം. കൂടെ കുറച്ച് കറിവേപ്പില, ഇല്ലാത്തൊരു സാധനം ഉണ്ടല്ലോ കുരുമുളക്, കുറച്ച് കുരുമുളക് കേട്ടോ. കാരണം
ഒത്തിരി എരിവ് വേണ്ടാത്തതുകൊണ്ട് അവർക്ക് കുറച്ച് കുരുമുളക്, കൂടെ ലേശം പച്ച വെളിച്ചെണ്ണ. ഇനി നന്നായിട്ട് ഇളക്കി നമുക്കിതിനൊന്ന് നല്ലപോലെ വരട്ടിയെടുക്കാം. രണ്ട് വരുമ്പോൾ നല്ല കളറൊക്കെ മാറി നല്ല ഒരു ടെക്സ്ചറിൽ വരും ഇത്. നല്ല മട്ടൺ വരട്ടി വേണ്ട നല്ല കളർ ടെക്സ്റ്റൊക്കെ മാറി നമ്മുടെ മട്ടൻ കറി ഏകദേശം കണ്ടോ നല്ല കുറുകി വന്നിട്ടുണ്ടേ. മട്ടൻ വരട്ടിയത് നേരത്തെ റെഡി ആയല്ലോ. അപ്പോൾ നമ്മുടെ മട്ടൻ കറി ഏകദേശം കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ അതിലോട്ട് ഞാൻ കോക്കനട്ട് മിൽക്ക് ചേർത്ത് കൊടുക്കണേ. ഗ്യാസ് ഓഫ് ചെയ്തു. ഉള്ളിയും കറിവേപ്പിലയും കടുകും എല്ലാം കൂടിയിട്ട് ഒരു നുള്ളി മുളക് പൊടിയും കൂടി ഇട്ട് താളിച്ചതും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ. നമ്മുടെ മട്ടൻ കറി തയ്യാറായിരിക്കുന്നു. നല്ല കുറുകിയ മട്ടൻ കറി കേട്ടോ. അങ്ങനെ മട്ടൻ കറി മട്ടൻ വരട്ടി ഇതൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞു. വന്ന് കുളിച്ചു ഫ്രഷായി. അയ്യോ ഇത്തിരി ലേറ്റായി കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഒരു 4 മണി അടുപ്പിച്ച് തുടങ്ങിയതാണ്. ഒരു 7 മണിയൊക്കെ ആയി കഴിഞ്ഞപ്പോൾ കംപ്ലീറ്റ്. കാരണം അതിന് ശേഷമാണ് ഉള്ളി പൊളിച്ചതും വെളുത്തുള്ളി വൃത്തിയാക്കിയതും ഇഞ്ചി വൃത്തിയാക്കിയതും പിന്നെ മട്ടൻ വൃത്തിയാക്കിയതും ഒക്കെ ആയിട്ട് അങ്ങനെ സമയം പോയതേ അറിഞ്ഞില്ല. 7 മണി കഴിഞ്ഞപ്പോഴാണ് ഒന്ന് ഫ്രീ ആയത്. ശേഷം വന്നിട്ട് കുളിച്ച് ഫ്രഷായി ഈവനിങ് സ്കിൻ കെയറൊക്കെ ചെയ്തു. ഇനി കണ്ണൻ വരാൻ വേണ്ടിയിട്ട് വെയിറ്റിംഗ് ആണ്. കണ്ണൻ വന്നിട്ട് ഫുഡ് കഴിക്കും. എനിവേ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെൽ ബട്ടൺ അമർത്താൻ മറക്കണ്ട. എന്നാൽ മാത്രമേ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ പറ്റത്തുള്ളൂ. സോ അപ്പോൾ പുതിയ വീഡിയോ കാണുന്നവരെ ബൈ ബൈ. മട്ടൻ വരട്ടിയത് മട്ടൻ വരട്ടിയതാണ് ഇഷ്ടമെന്ന് എനിക്കറിയാം. പക്ഷെ ഇന്നത്തെ മട്ടൻ കറി നല്ല ടേസ്റ്റ് ഉണ്ട്. സത്യം അമ്മ, ഞാൻ ടേസ്റ്റ് നോക്കിയപ്പോ നല്ല ടേസ്റ്റ് ഉണ്ട്. എനിക്ക് അത് 2 സെപ്പറേറ്റ് ആയിട്ട് കഴിക്കണതാണ്. എന്നിട്ട് പറയണം, സെപ്പറേറ്റ് ആയിട്ട് കഴിച്ചിട്ട് വേണം പറയാം അഭിപ്രായം. കമന്റ്സ് ഏതാണ് ഏറ്റവും ഇഷ്ടമായത്? ഒന്നും മിണ്ടുന്നില്ല കുട്ടി. ഞാൻ കറി കൂട്ടില്ല, അത് വരട്ടി തന്നെ എനിക്കിഷ്ടം. കറി ഗ്രേവിയും എടുത്ത് കഴിക്കും. ഗ്രേവിയിലാണ് ഇരിക്കുന്നത്. എൻ്റെ സ്പെഷ്യൽ കൂട്ടുകളൊക്കെ ചേർത്തുണ്ടാക്കിയ ഗ്രേവിയിലാണ് ഇരിക്കുന്നത്. കൊള്ളാവോ? ടേസ്റ്റ് ഉണ്ടോ? ഇപ്പൊ പറ, ഏതാ ടേസ്റ്റ്? കറിയാണോ വരട്ടിയതാണോ? കറി കൊള്ളാന്ന് എനിക്ക് മനസ്സിലായി. നാടൻ കറി.